ഏരൂർ പഞ്ചായത്തിലെ കാഞ്ഞുവയൽ, തൃക്കോയിക്കൽ, പാണയം, ആലഞ്ചേരി വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാതയുടെ നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 7,20,00,000 രൂപ വിനിയോഗിച്ചാണ് 4 കിലോമീറ്റർ ദൂരത്തിലുള്ള പാത BMBC നിലവാരത്തിൽ നവീകരിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയുടെ അധ്യക്ഷതയിൽ പുനലൂർ MLA PA സുബാൽ പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാണയം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇടതുമുന്നണി സർക്കാർ വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് MLA പ്രസംഗത്തിൽ പറഞ്ഞു. ഏരൂർ പാണയം ആലഞ്ചേരി റോഡ് ഏറ്റവും മികച്ച നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സുദിനമാണിന്ന്. ഇവിടെ അജിത്ത് പറഞ്ഞു വരയിട്ട റോഡെന്ന്. വരയിട്ട റോഡ് 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വരയിടും. BM&RDC നിലവാരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അടിസ്ഥാന വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി കുളത്തുപ്പുഴ നിന്ന് പുനലൂർ വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക. ആയൂർ അഞ്ചൽ റോഡ് ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബൈപ്പാസ് ഇന്ന് പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ നിരവധി വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ ഫലമാണ്. അഞ്ചലിൻ്റെ വികസന രംഗത്ത് ഒരു വലിയ മുന്നേറ്റമാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്ത്, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V രാജി, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു, ഡോൺ V രാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T അജയൻ, ഫൗസിയ ഷംനാദ്, അജിമോൾ എന്നിവരെ കൂടാതെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുവാർത്ത, ഏരൂർ.